പണ്ടൊക്കെ നമ്മളിങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ പരത്തി ഇലയിൽ പരത്തിയിട്ട് എടുക്കുമായിരുന്നു, അട പോലെ. തേങ്ങയൊന്നും വെക്കാതെ. എന്നിട്ട് നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ കൂട്ടും. അതൊരു പലഹാരമാണേ. ഗോതമ്പും കൊണ്ട് കനത്തിൽ തന്നെ പരത്തും. എന്നിട്ട് ഇതുപോലെ ചാട്ടി തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അടിയിലും മുകളിലും ഇല വയ്ക്കും. നമ്മൾ പത്തിരി, ടയർ പത്തിരിയൊക്കെ ഉണ്ടാക്കും പോലെ. എന്നിട്ട് നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ സൈഡിൽ കൂടെ ഇച്ചിരി ഇച്ചിരി ഒഴിച്ചു കൊടുക്കും. നല്ല കനം ഉണ്ടാവും. ഇതിലും കുറച്ചുകൂടി കനം ഉണ്ടാവും. ഒരുപാട് കനമായാൽ ഉള്ളു വേവില്ല. അപ്പോൾ ഇതിലും കുറച്ച് കൂടുതൽ കനം. ഈ കനത്തിന് നമ്മളിപ്പോൾ പരത്തിയ കനത്തിനേക്കാളും ഒരു ഇരട്ടിയും കൂടെ ഉള്ള കനം ഉണ്ടാവും. നമ്മൾ അടിയിലും ഇല വെക്കും, മുകളിലും ഇല വെക്കും. എന്നിട്ട് ഇതേപോലെ കുഴച്ച് തേങ്ങ ഇട്ടിട്ട് നമ്മൾ പരത്തി ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അത് നല്ലോണം അതിന് മുകളിൽ ഇങ്ങനെ ഇല വയ്ക്കുന്ന, നമ്മൾ ഇതിൻ്റെ അടിയിലും മുകളിലും ഇല വെക്കുമല്ലോ. മുകളിൽ വെക്കുന്ന ഇലയിൽ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കും, കുടഞ്ഞു കൊടുക്കും. എന്നിട്ട് പിന്നെ അത് മറിച്ചിടും. അത് മറിച്ചിട്ടിട്ട് അപ്പോൾ അടിയിലുള്ളത് മുകളിലേക്ക് വരും. അപ്പോൾ അടിയിലെ ഇല മുകളിൽ വരുമ്പോൾ അതിലേക്കും കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, തളിച്ചു കൊടുക്കും. അങ്ങനെ അത് നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ലപോലെ വരും. അത് നമ്മൾ ഈ ഇറച്ചിക്കറിക്കൊക്കെ കൂട്ടാൻ നല്ലതാണ്. മീൻ കറിക്ക്, ഇറച്ചിക്കറിക്ക് കൂട്ടി കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. അത് നല്ല മൊരിഞ്ഞ് തന്നെ ഇരിക്കും. നല്ല ഉള്ളെല്ലാം വെന്ത് നല്ല മൊരിഞ്ഞ് നല്ല രസമുണ്ടാവും. അത് പണ്ടൊക്കെ ഉണ്ടാക്കുന്ന പലഹാരം കേട്ടോ. അത് എൻ്റെ അമ്മയൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു.
ഇപ്പോൾ അതൊന്നും ആരും ഉണ്ടാക്കുന്നില്ല അങ്ങനെ. വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ എവിടെയും അതങ്ങനെ ഉണ്ടാക്കുന്ന കാണുന്നില്ല. പത്തിരി ഉണ്ടാക്കും ഈ ഗോതമ്പും കൊണ്ട്. ഗോതമ്പ് പരത്തിയിട്ട് അത് നല്ലപോലെ ഇലയൊക്കെ നല്ലോണം ഇങ്ങനെ മുരിഞ്ഞ് വരും. ഒരുപാട് സമയം വേണം അത് അടുപ്പത്ത് വെച്ചിട്ട്. അടുപ്പിലാണ് വെക്കുക, ഈ ഗ്യാസിൽ വയ്ക്കാൻ പറ്റില്ല. അത് കനലിൽ ഇങ്ങനെ അവിടെ ഇട്ടേക്കും. അവിടെ ഇങ്ങനെ മറിച്ചിടുമ്പോൾ കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ കൂടെ തളിക്കും. നല്ല രസമാണ് അത് കഴിക്കാൻ. ഇപ്പം ഈ മറിച്ചിടുമ്പോൾ തന്നെ അതും ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടേയിരിക്കണം. മറിച്ചിടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഇങ്ങനെ കുടഞ്ഞും കൊടുക്കണം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ജലം ഇത് അങ്ങോട്ട് ഇറങ്ങും ഇതിലേക്ക്. നല്ല രസമാണ് അത് കഴിക്കാൻ. അടുപ്പിലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് തീയും വേണം നല്ലോണം. ഗ്യാസിലാകുമ്പോൾ അത്ര തീ കിട്ടൂല, മൊരിയാനുള്ള തീ കിട്ടൂല. അതുകൊണ്ട് ഗ്യാസിലൊന്നും ചൂടാൻ പറ്റില്ല അത്. പക്ഷെ പണ്ടൊക്കെ അടുപ്പാണല്ലോ, വിറകും. ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത്, ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ അടുപ്പാണ്, അടുപ്പിലുണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ കനലൊക്കെ ഉണ്ടാവും. ഇപ്പോഴും എൻ്റെ അമ്മയൊക്കെ അതങ്ങ് ഉണ്ടാക്കും വാഴയിലയിൽ. തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഗോതമ്പ് ദോശയും ചമ്മന്തി. ദോശയുണ്ട്, ഇത് ചമ്മന്തി ഉണ്ട്. നല്ല സൂപ്പർ കാന്താരിയൊക്കെ വെച്ച നല്ല ചമ്മന്തിയാണ്. ദോശ ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദോശ ഒന്ന് മൂത്തിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. ഒന്നും കൂടി നല്ലോണം മൂക്കണം അമ്മയ്ക്ക്. നല്ല എല്ലാം കളറ് ഗോൾഡൻ കളർ വരണം ഇതിൽ മൊരിഞ്ഞിട്ട്. ഉണ്ടോ, ഇപ്പം ആയി വരുന്നുണ്ട് ഉണ്ടോ കളറ്. എന്നിട്ട് നമുക്ക് അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കാം. ഇതിലേക്ക് വയ്ക്കാം. നമുക്ക് ഇതും കൂടി എൻ്റെ സൈഡിലേക്ക് വയ്ക്കാം. ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാം. ഇനി നമുക്കും കഴിക്കാം. നല്ല രസം കേട്ടോ. ഗോതമ്പിൻ്റെ ദോശ തേങ്ങ ഇട്ട് ചുട്ടാൽ ചമ്മന്തിയും വേണം. കഴിക്കാം. നല്ല രസമാണ്. കിടക്കുന്നുണ്ട്. ഇനി അടുപ്പിലായി വരുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണണം എല്ലാവരും.